പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് പ്രതിയെ പോലീസ് വെടിവച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ആര്യൻകോടാണ് സംഭവമുണ്ടായത്. കാപ്പ കേസ് പ്രതി കൈലി കിരണിന് നേരെയാണ് ആര്യൻകോട് സ്റ്റേഷൻ SHO വെടിയുതിർത്തത്. വിവരങ്ങളുമായി ആന്റണി ജിർജോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്താണ് ശരിക്കും നടന്നത്? എന്താണ് സംഭവം ആന്റണി? തീർച്ചയായും ഈ ആര്യൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ കൈലി കിരൺ എന്ന് പറയുന്നയാൾ. ഇയാളെ നേരത്തെ ഈ കേസുകളിലൊക്കെ പ്രതിയായതിന് പിന്നാലെ പോലീസ് കാപ്പ ലിസ്റ്റിൽ പെടുത്തി നാട് കടത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കിരൺ വീട്ടിലേക്ക് വീണ്ടും വന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ നാട് കടത്തിയ ഒരാൾ അനുമതിയില്ലാതെ ആ പരിധിയിലേക്ക്, ആ നാട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് കാപ്പ നിയമപ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. ഏതായാലും അത് മറികടന്നാണ് ഈ കിരൺ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതറിഞ്ഞ് ഈ ആര്യൻകോട് SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കിരണിനെ തേടി അവിടേക്ക് എത്തിയ ഘട്ടത്തിലാണ് കൊടുവാളുകൊണ്ട് ഈ കിരൺ SHOയ്ക്ക് നേരെ SHOയെ ആക്രമിക്കാൻ വന്നു, SHOയെ വെട്ടാൻ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ ആ വെട്ടാൻ വന്ന സമയത്ത് സ്വയരക്ഷയ്ക്ക് പോലീസ് വെടിവെക്കുകയായിരുന്നു. SHO തൻസീം അബ്ദുൾ സമദാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ കൊണ്ട് വെടി ഉതിർത്തത്. ഏതായാലും വെടി കൊണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ പറയുന്ന കൈലി കിരൺ ഈ വെടി വെച്ചതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം. ഏതായാലും അപൂർവമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് വെടി ഉതിർത്തത് എന്നുള്ളതാണ്. കൊടുവാളുകൊണ്ട് ഈ പോലീസിനെ വെട്ടാൻ, പ്രത്യേകിച്ച് SHOയ്ക്ക് നേരെ ഈ കൈലി കിരൺ പാഞ്ഞ് വരികയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. വെടിയുതിർത്തതല്ല, മറിച്ച് പോലീസിനെ ആക്രമിക്കാനുള്ള കിരണിന്റെ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഈ സംഭവം കിരണിന്റെ കാര്യത്തിൽ ഇത് രണ്ടാം തവണയാണ്. നേരത്തെ ഈ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിരണിന് നോട്ടീസ് നൽകാൻ ചെന്ന ഘട്ടത്തിലും പോലീസിന് നേരെ ഇത്തരത്തിൽ കൊടുവാള് ഉയർത്തി വെട്ടാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാം തവണയാണ്. ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ കൈലി കിരൺ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൈലി കിരൺ ഈ കാപ്പ ചട്ടം ലംഘിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നപ്പോൾ ഇയാളെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ആര്യൻകോട് പോലീസ് സ്റ്റേഷനിലെ SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് ചെന്നത്. അവിടെ ചെന്ന സമയത്ത് കിരൺ കൊടുവാളുമായി SHOയെ വെട്ടാൻ ശ്രമിച്ചു. അങ്ങനെയാണ് സ്വയരക്ഷാർത്ഥം വെടിയുതിർത്തത്. അതിന് പിന്നാലെ ഈ പറയുന്ന കൈലി കിരൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു.